ചുരുണ്ട മുടികൾക്ക് താഴെ കൊച്ചിരപ്പല്ല് കാട്ടിച്ചിരിക്കുന്ന കുസൃതിയായും പ്രണയത്തിൻ്റെ പുൽമേടുകളിലേക്ക് കൈപിടിച്ചു നടത്തുന്ന അനുപമ ലാവണ്യമായും കണ്ണീരിനൊപ്പം കഞ്ഞി വിളമ്പുന്ന കനിവായുമൊക്കെ നമുക്കവളെ കാണാൻ കഴിയും. പ്രകൃതിക്കൊപ്പം പൂക്കാനും തളിർക്കാനും പാടാനുമൊക്കെ ഭാഗ്യം ലഭിച്ചവൾ. പൂമരം പോലെ പൂത്ത ഒരു ജന്മം. പറഞ്ഞു വരുന്നത് ഫാദർ ബോബി ജോസ് കട്ടിക്കാടിൻ്റെ അവളെന്ന പുസ്തകത്തെക്കുറിച്ചാണ്. അതിലെ സ്ത്രീയെക്കുറിച്ചാണ്. നീർമിഴിപ്പീലിയിൽ നീർമണി തുളുമ്പി നീ എന്നരികിൽ നിൽപ്പൂ. വചനം എന്ന സിനിമയിലെ ഏറ്റവും മനോഹരമായൊരു ഗാനമാണിത്. അതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വരി ഇങ്ങനെയാണ്: അജ്ഞാതനാം സഹയാത്രികൻ ഞാൻ നിൻ്റെ ഉൾപ്പൂവിൻ തുടിപ്പുകൾ അറിയുന്നു. ഈ പുസ്തകത്തിലെ ആദ്യ പേജിൽ ഈ വരികളാണ് കാണാൻ പറ്റുന്നത്. അജ്ഞാതനായ ആ സഹയാത്രികൻ അറിഞ്ഞ ഒരു സ്ത്രീയുടെ ആത്മനൊമ്പരങ്ങളും ജീവിതവും ഓർമ്മകളും അവൾക്ക് മാത്രമായുള്ള സ്വപ്നങ്ങളുമൊക്കെയായി ഒരു സ്ത്രീയുടെ ജീവിതത്തിൻ്റെ നേർരേഖയെ വരച്ചു കാട്ടിയ പുസ്തകം. പൂത്തുലഞ്ഞൊരു പൂമരം പോലെ എന്നതിൽ തുടങ്ങി ഒരു സ്ത്രീ എന്തിനാണ് കരയുന്നത് എന്ന അധ്യായത്തിൽ അവസാനിക്കുന്ന ഒരു പുസ്തകം. ഈ പുസ്തകത്തിലെ ഓരോ അധ്യായങ്ങളും ഓരോ ഓർമ്മപ്പെടുത്തലുകളാണ് സ്ത്രീയെ കുറേ കൂടി മനസ്സിലാക്കാൻ, കുറേ കൂടി തെളിമയോടെ അവളുടെ ജീവിതത്തെ കാണാൻ. ഈ സ്ത്രീയെ സ്നേഹിച്ചിട്ടുണ്ടോ എന്ന അധ്യായം തുടങ്ങുന്നത് സച്ചിദാനന്ദ മാഷിൻ്റെ ഒരു കവിതയിലൂടെയാണ്. ഒരു സ്ത്രീയെ സ്നേഹിക്കുക എന്നാൽ അവളുടെ പ്രാചീനമായ വടുക്കുകളിൽ നിന്ന് സൂര്യരശ്മി പോലെ കൂർത്ത ഒരു വാൾ കണ്ടെത്താൻ അവളെ സഹായിക്കുക എന്നതാണ്. എന്നിട്ട് ചോര വാർന്നു തീരും വരെ ആ മൂർച്ചയിൽ സ്വന്തം ഹൃദയം അമർത്തിക്കിടക്കുകയാണ്. ഞാൻ ഒരു സ്ത്രീയെ സ്നേഹിച്ചിട്ടില്ല. അങ്ങനെയും ഒരു നേരം വരും, പരാജയത്തിൻ്റെ വടുക്കുകളിൽ നിന്ന് വേദന കിനിയുന്ന നേരം. അപ്പോൾ മാത്രമാണ് അവളുടെ ഹൃദയം അവനിലേക്ക് ഏകാഗ്രമാവുന്നത്. അവൻ്റെ ചെറിയ ചെറിയ വിജയങ്ങളൊന്നും അവളിൽ ഒരു മാറ്റവും ഉണ്ടാക്കുന്നില്ല. ഒറ്റയായിരിക്കുന്നവന് കൂട്ടെന്ന നിലയിലാണല്ലോ ദൈവം അവളെ കണ്ടെത്തിയത്. അതുകൊണ്ട് തന്നെ അവൻ്റെ അപൂർണതകളിൽ പൂർണ്ണതയാവാൻ, അവൻ്റെ ആശങ്കകളിൽ ഉത്തരമാവാൻ, അവൻ്റെ തിടുക്കങ്ങളിൽ ക്ഷമയാവാനുമൊക്കെ അവൾക്ക് മാത്രമാണ് കഴിയുക. അവൻ്റെ വീഴ്ചകളിൽ ഇടർച്ചകളിലൊക്കെ അവൾ മാത്രമാണ് അവൻ്റെ അഭയം. അതിനെ നമുക്ക് എന്ത് പേരിട്ട് വേണമെങ്കിലും വിളിക്കാം. സൗഹൃദമെന്നോ പ്രണയമെന്നോ വാത്സല്യമെന്നോ അങ്ങനെ എന്തും. പക്ഷേ അവൻ പലപ്പോഴും അവളെ മറന്നു വയ്ക്കുന്നു. എങ്കിലും അവൾ ഉലഞ്ഞു പോകുന്നില്ല. എത്ര വലിയ കാറ്റത്തും ഉലഞ്ഞു പോകാത്ത സ്ത്രീകളോട് ബഹുമാനം തോന്നിയിട്ടുണ്ട്. അവർ എത്ര കാറ്റിനെയാണ് ഒറ്റയ്ക്ക് നിന്ന് നേരിട്ടതെന്ന് ഓർക്കുമ്പോൾ. അത് ചിലപ്പോൾ വലിയ സ്ഥാപനങ്ങൾ നടത്തുന്ന സ്ത്രീകളാവാം, അല്ലെങ്കിൽ സാധാരണ സ്ത്രീയാവാം. ആരുമാവട്ടെ. എത്ര മനോഹരമായ വരിയാണല്ലേ. കാറ്റിലുലഞ്ഞു പോകാത്ത, വീണു പോകാത്ത സ്ത്രീകളെ സ്നേഹത്തിൻ്റെ ആദരവ് പോലെ എഴുതി വെച്ചൊരു വരികൾ. ഒരേ സമയം തന്നെ പല കാര്യങ്ങളിൽ ഏകാഗ്രത പുലർത്താനാവുമെന്നതാണ് സ്ത്രീയെക്കുറിച്ചുള്ള ഏറ്റവും മനോഹരമായൊരു നിരീക്ഷണം. എന്തിനേറെ പറയുന്നു, ഒരു വീട്ടിൽ കലഹമുണ്ടായാൽ പോലും ഏറ്റവും കൂടുതൽ വേദനിക്കുന്നത് അവിടുത്തെ സ്ത്രീയാകും. കാരണം അവൾ വിളമ്പി വെച്ച ഭക്ഷണം കഴിക്കാൻ പിന്നീട് ആരുമില്ലാതെയായി പോകുന്നു. പകൽ മുഴുവൻ അവൾ നിന്നുകൊണ്ട ചൂടിൻ്റെ സ്നേഹം കൊണ്ട് അവൾ ഉണ്ടാക്കിയ ആ ഭക്ഷണത്തെയാണ് നമ്മളൊക്കെയും നിരസിച്ച് കടന്നു പോകുന്നത്. ബോബിയച്ചൻ്റെ പുസ്തകങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ജീവിതത്തിൻ്റെ നേർക്കാഴ്ചകളെ നമുക്ക് കാട്ടിത്തരുന്നു എന്നത് തന്നെയാണ്. അവനവനിലേക്ക് ഒന്ന് പിന്തിരിഞ്ഞു നോക്കാൻ, നമ്മുടെ ജീവിതത്തെയൊക്കെ കുറേ കൂടെ തെളിമയോടെ കാണണമെന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുന്ന പുസ്തകങ്ങളാണ്. ആ എഴുത്തിൽ വന്നു പോകാത്ത പുസ്തകങ്ങളില്ല, എഴുത്തുകാരില്ല, മതഗ്രന്ഥങ്ങളില്ല, സിനിമകളില്ല, വ്യക്തികളില്ല. അങ്ങനെ ഈ പുസ്തകത്തിലുമുണ്ട് ഒട്ടനവധി സ്ത്രീകൾ. പുസ്തകത്തിൻ്റെ അവസാന അധ്യായത്തിൽ ബോബിയച്ചൻ കുറിച്ചിരിക്കുന്ന വരികൾ ഇങ്ങനെയാണ്: 2 പുസ്തകങ്ങൾ നിശ്ചയമായും വായിക്കണം. അജിത് കൗറിൻ്റെ താവളമില്ലാത്തവരും കുപ്പത്തൊട്ടിയും. ആത്മകഥയാണ്. ഏതൊരു സ്ത്രീക്കും തൻ്റെ ഡയറി കുറിപ്പിന് തലക്കെട്ടാകാവുന്ന പേരുകളാണിത്. സ്വന്തം വീട്ടിൽ അവൾ വളർത്തപ്പെടുന്നത് മറ്റേതോ വീട്ടിൽ പോകേണ്ടവളെന്ന നിരന്തരമായ സൂചനകളുമായിട്ടാണ്. ഇങ്ങനെ കിടന്നുറങ്ങാമോ, ഇങ്ങനെ തർക്കുത്തരം പറയാമോ, പാചകം ചെയ്യാൻ പഠിച്ചില്ലെങ്കിൽ എന്തു ചെയ്യും എന്നൊക്കെ. എന്നാൽ ഒടുവിൽ അവൾ എത്തുന്ന വീട്ടിലാവട്ടെ, അവൾ വന്ന വീട്ടിലെയാണെന്നും ഇവിടെ അവൾ ഒരു നിത്യാതിഥി മാത്രമാണെന്നും പഠിക്കുന്നു. അവളുടെ ഇഷ്ടങ്ങൾ ആരും തിരയുന്നതേയില്ല. അവനിഷ്ടം ചൂടുവെള്ളത്തിലെ കുളിയാണെന്നും അത്താഴത്തിന് ചപ്പാത്തിയാണെന്നുമൊക്കെ.
എന്തായിരുന്നു അവളുടെ ഇഷ്ടങ്ങൾ എന്നൊക്കെ ആരു തിരക്കുന്നു? സ്ത്രീകൾ പലപ്പോഴും വായിക്കപ്പെടാതെ പോവുകയാണ് പ്രിയപ്പെട്ടവരാൽ. ഒരു സ്ത്രീ ഏറ്റവും ആഗ്രഹിക്കുന്നത് തന്നെ കേട്ടിരിക്കുന്ന മനുഷ്യരെയാണ്. പക്ഷേ പലപ്പോഴും അവൾ തന്നെ ഒരു കേൾവിക്കാരിയാകേണ്ടി വരുന്നു. എത്രയെത്ര നഷ്ടങ്ങളുടെ സഞ്ചിത ഭാവത്തെ വിളിക്കേണ്ട പേരാണ് നമ്മുടെയൊക്കെ ജീവിതം. ഒരു മനുഷ്യനെന്നാൽ ഒരു സമ്മാന പൊതി പോലെയാണ്, അഴിയും തോറും പ്രകാശിക്കുന്നത്. വളരെ കാലത്തിന് ശേഷം കണ്ടുമുട്ടിയ ആത്മമിത്രങ്ങളായിരുന്നു അവർ. പരസ്പരം മിഴികളിൽ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ അവൾ പറഞ്ഞു, എൻ്റെ ഭംഗിയൊക്കെ പോയോ? മൂക്കിന് താഴെ ഒരു വര വീണിട്ടുണ്ട്, കണ്ണിന് താഴെ കറുപ്പും, സൂക്ഷിച്ചു നോക്കിയാൽ നര കാണാം. പക്ഷേ അയാൾ അതൊന്നും കണ്ടില്ല. ഉള്ളിൽ വല്ലാതെ പതിഞ്ഞുപോയ ഒരു മുഖമായിരുന്നു. അതിനു മുൻപോ പിൻപോ അത്തരത്തിലൊരു ഓർമ്മ പോലും ഉണ്ടായിരുന്നില്ല. അല്ലെങ്കിലും 40കളുടെ രണ്ടാം പാതി പിന്നിടാറായ ഒരാളുടെ സൗന്ദര്യ സങ്കല്പങ്ങൾ ഇതൊന്നുമല്ലെന്ന് അവളോട് പറയണമെന്ന് തോന്നി. ബാല്യകൗമാരങ്ങളിൽ സൗന്ദര്യമെന്ന കല്ലിൽ തട്ടി വീഴാത്തവർ ആരുമില്ലെങ്കിൽ പോലും ഒരു പൂവിരുത്ത് പൊട്ടിയ മഷിക്കുപ്പിയിൽ വെച്ചാലും ചുളുങ്ങിയ പൗഡർ ടിന്നിൽ വെച്ചാലും അതൊരു പൂപ്പാത്രമായി മാറുന്നത് പോലെ ഉള്ളിലൊരു പൂവുണ്ടായിരിക്കുകയാണ് പ്രധാനം. അകപ്പൊരുളിൻ്റെ പരിമളമാണ് സൗന്ദര്യം. മിഴികൾ തുറന്ന് അവളിലേക്കൊന്ന് നോക്കൂ. നരച്ചിട്ടുണ്ടാവും, ചുളിവുകൾ വീണിട്ടുണ്ടാവും, എങ്കിൽ പോലും അവൾ മാത്രം കാത്തു സൂക്ഷിക്കുന്ന ഒരു അഴകുണ്ട്. ആ അഴകിനെ കാണാൻ എല്ലാവർക്കും ആവട്ടെ.